കൂട്ടുകാരെ പിന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ചോറ്റുപാത്രവും പിന്നെ ഞാൻ ഒരു ഗ്രീൻ പീസ് കറിയും കാണിച്ചു തരാൻ പോവുകയാണ്. കുറേ നാളായി ചോറ്റുപാത്രമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി എല്ലാ ദിവസവും അത് കാണും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. ഗ്രീൻ പീസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അതല്ല വാങ്ങിച്ചത്, നമ്മൾ വൈറ്റ് പീസാണ് വാങ്ങിച്ചത്. കാരണം നമ്മൾ അന്നൊരു വീഡിയോ കണ്ടായിരുന്നു ഈ ഗ്രീൻ പീസിൻ്റെത്. അതിനകത്ത് പച്ച കളർ കോരി അങ്ങ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ടതിന് ശേഷം പേടിച്ചിട്ട് ഇപ്പം നമ്മളത് വാങ്ങിക്കത്തില്ല. ഈ വൈറ്റ് പീസാണ് എടുക്കുന്നത്. അപ്പോൾ വൈറ്റ് പീസ്, ഉരുളൻകിഴങ്ങ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ വേവിച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി നമുക്ക് ഇതിനുള്ളൊരു അരപ്പുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് മിൽക്കി മിസ്റ്റിൻ്റെ തൈരിൻ്റെ 50 ഗ്രാം എടുക്കുന്നുണ്ട്, 3 സ്പൂണ്. ഏത് തൈര് എടുത്താലും കുഴപ്പമില്ല, പുളിപ്പില്ലാതിരുന്നാൽ മതി. എനിക്ക് ഇഷ്ടം ഈ മിൽക്കി മിസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇനി നമ്മൾ ഒരു 5-6 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ശകലം മുളക് പൊടി, ശകലം മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ശകലം വെളുത്തുള്ളി, ശകലം ഇഞ്ചിയാണ്. പിന്നെ നമ്മൾ ഒരു പച്ചമുളകും കൂടെ എടുക്കണം. നിങ്ങൾക്ക് നല്ല എരി ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പച്ചമുളക് എടുക്കാവൂ. ഇനി നമ്മളിതെല്ലാം കൂടെ മിക്സീൻ്റെ ജാറിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. തൈരായതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട, അതിൽ തന്നെ അങ്ങ് അരഞ്ഞു വന്നോളൂ. ഇനി നമ്മളൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ കടു നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇട്ടതല്ല, നേരത്തെ എണ്ണ കണ്ട കടു വറുത്തപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ബാക്കി കിടന്നതാണ്. പിന്നെ നമ്മൾ തക്കാളി കുനുകുന അരിഞ്ഞിട്ട് അത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. പൊട്ടിത്തെറിക്കൊന്ന് പേടിച്ച് ഞാൻ ശകല പേടിച്ചൊക്കെയാണ് ഇടുന്നത്. തക്കാളി നല്ല റോസ്റ്റായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കണം അതിലോട്ട്. ഇത് നല്ലോണം ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വേവിച്ചൊക്കെ വെച്ചിരുന്ന വൈറ്റ് പീസ് ഇല്ലാതെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഉടനെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഉരുളൻകിഴങ്ങ് എല്ലാം കൂടെ വേണം ഇട്ട് കൊടുക്കാൻ. തിളച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം. ഇത്തിരി ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇത്തിരി വേറൊരു സാധനവും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ രുചി ഇഷ്ടമുള്ളവർ മാത്രമേ ഇട്ട് കൊടുക്കാവൂ. പക്ഷെ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാവും. ഇനി നമുക്ക് ടേസ്റ്റിംഗ് പരിപാടിയാണ്. ഈ ദോശയും ചൂട്, ഈ കറിയും ചൂട്, മൊത്തത്തിൽ ചൂടാണ്. അത് മാത്രമല്ല എനിക്ക് ജലദോഷമൊക്കെ പിടിച്ച് മൂക്കടപ്പുമായിട്ടിരിക്കുകയാണ്. കൂട്ടുകാരെ, ഇത് നമ്മുടെ സാധാരണ ഗ്രീൻ പീസ് കറീൻ്റെ ടേസ്റ്റേ അല്ല, ഇത് പുതിയൊരു ടേസ്റ്റാണ്. നമ്മുടെ തൈരിൻ്റെയും അണ്ടിപ്പരിപ്പ് അരച്ചതിൻ്റെയും മല്ലിയിലേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നത് ദോശയും കാട്ടി അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയൊക്കെയാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ചോറ്റുപാത്രം പാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രത്തിൽ ബീട്രൂട്ട് തോരൻ, കാത്തോരൻ, മീൻ പൊരിച്ചത്, നെല്ലിക്ക ഉപ്പിലിട്ടത്, ചോറ്, ലിവർ റോസ്റ്റ്, ഇത്രയാണ്. ഇപ്പോഴാണെങ്കിൽ ഇവിടെ വട്ടയിലൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്യുന്നത്. എല്ലാം അങ്ങ് ഉണങ്ങി കരിഞ്ഞൊക്കെ അങ്ങ് പോയി. പിന്നെ ആണെങ്കിൽ കുറേ പാത്രത്തിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിൻ്റെ വെയിറ്റും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. ഞാനാണെങ്കിൽ ബീട്രൂട്ട് തോരനും കാത്തോരനും ഒക്കെ ഇത്തിരി എടുത്തോളൂ. ഞാൻ ഇവിടെ വന്നിട്ടേ കഴിക്കത്തുള്ളൂ. സ്കൂളിൽ പോയാൽ ഇതൊന്നും അങ്ങനെ കഴിക്കത്തില്ല, അതുകൊണ്ടാണ് ഇത്തിരി എടുത്തുകൊണ്ട് പോകുന്നത്. പിന്നെ നിങ്ങൾക്കറിയാലോ, എനിക്ക് ഈ ലിവറും നോൺ വെജ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രം. പിന്നെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കഷ്ണം നെല്ലിക്ക ഉപ്പിലിട്ടതും കൂടെ എടുക്കുന്നുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ നാളെ കാണാം. എല്ലാവർക്കും ടാറ്റാ, ഹാപ്പി തേഴ്സ്ഡേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒഴിച്ചു കൂട്ടാനായിട്ട് ഒരു കറിയും കൂടെ ഉണ്ട് കേട്ടോ, രസം. പക്ഷെ ഞാൻ രസം കൊണ്ട് പോകുന്നില്ല.